2025 ഡിസംബർ ഈ മാസം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് എൻ്റെ പേര് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ലിസ്റ്റിലില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. ഈ ആണുങ്ങൾ പലപ്പോഴും ഒരു വീട്ടിലെ ഒന്നോ രണ്ടോ ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജോലി അന്വേഷിച്ചും പല കാരണങ്ങൾ കൊണ്ടും വീട് വിട്ടിറങ്ങി പല സ്ഥലങ്ങളിലും ജോലി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഒരു സംസ്ഥാനത്ത് തന്നെ വിവിധ സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പം ആ രാജ്യത്ത് പല സ്ഥലങ്ങളും ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരും. പക്ഷെ എങ്ങനെ പോകേണ്ടി വന്നാലും ആ വീട്ടിലെ ആ വീട്ടിലെ അഡ്രസ്സ് ആണ് അയാളുടെ എങ്കിൽ, അയാളവിടെ താമസമില്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ജോലി സംബന്ധമായിട്ടാണ് പോകുന്നത്. അയാൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ പോകുന്നത്. വീട് വിട്ട് ഇറങ്ങി പോകുന്നത് വേറെ സ്ഥലത്ത് പോയി വോട്ട് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വോട്ട് വേണം. അവർ വോട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അവരവിടെ സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പിന്നെ എന്തായാലും അയാൾ പോയി വോട്ട് ചേർക്കാത്തടത്തോളം കാലം അയാൾ എന്തായാലും ചേർക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം കൂടുതൽ അയാൾ താമസിക്കുന്നിടത്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം വീട് വിട്ടിട്ടാണല്ലോ പോയേക്കുന്നത് ജോലി അന്വേഷിച്ച്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ വേറെ രസകരമായ വാർത്ത, പിന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ പുള്ളി താമസിക്കുന്നിടത്ത് വോട്ടില്ലെന്ന്. അത് തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും വോട്ടവകാശം വേണ്ടേ? ഇത് പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും പാർലമെൻ്റ് ആയാലും നിയമസഭ ആയാലും വേണമല്ലോ. അവർ പല കാരണങ്ങൾ കൊണ്ടും നമ്മളെല്ലാവരും മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്കൊക്കെ പോകും. അപ്പോൾ 18 കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിക്കും വോട്ടവകാശം വേണം. ആ വോട്ടേജ് ലിസ്റ്റിൽ പേരും വേണം. അവർ വോട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നത് അയൽവാസികളും നാട്ടുകാരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരാളോ അല്ലെങ്കിൽ ആൾക്കാരോ അന്നല്ല തീരുമാനിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന പിന്നെ ഇവിടുത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളിൽ പെട്ടതാണ് വോട്ടവകാശം. അപ്പോൾ വോട്ട് അവകാശം, വോട്ടർ ലിസ്റ്റിൽ പേര് എന്തായാലും വേണം. വോട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ വോട്ട് ചെയ്യുന്ന ദിവസം എങ്ങനെയെങ്കിലും അയാൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ എത്താം, ചിലപ്പോൾ എത്താതിരിക്കാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും വോട്ട് വേണം. ഇവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് വേണം. ആധാർ കാർഡ് ഇവിടെ ഇന്ത്യൻ പൗരനായിട്ട് ഉള്ള എല്ലാവർക്കും. പിന്നെ അപ്പോൾ അങ്ങനെ വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്നുള്ള ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമുക്കെന്തോ ഒരു അസ്വസ്ഥത ഉളവാക്കുന്നൊരു കാര്യമാണ്.